ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഭരണിക്കുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പാടത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ആദ്യം ഈ പാടത്ത് നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഒരു വഴിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഞങ്ങൾ പഴയ വീടാണ് കാണുന്നത്, തറവാട് നല്ല ഭംഗിയിൽ ഇവിടുന്ന് കാണുമായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല കേട്ടോ, ആകെ പൊന്ത പിടിച്ച് കിടക്കുക, ആരും അവിടെ താമസമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഒന്നാകെ പൊന്ത പിടിച്ച് കിടക്കുകയാണ്. കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി, കാരണം നല്ല ഭംഗിയായിരുന്നു ആദ്യം അവിടെ നിന്ന് നോക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഈ തോടിൽ നല്ല വെള്ളം, ഈ തോട് ഏതാണെന്ന് അറിയോ, നമ്മുടെ വെള്ളച്ചാട്ടല്ലേ, ആ വെള്ളച്ചാട്ടത്തേക്ക് പോകുന്ന തോടാണ് അത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം പോരുമായിരുന്നു. അതായത് ഭരണിക്കുളത്തേക്ക് ഞങ്ങൾ അങ്ങനെ വരാറില്ല കേട്ടോ നീന്താനായിട്ട്. പൊന്നിന് നീന്താൻ വേണ്ടി ഞങ്ങൾ ചിറയൊക്കെയാണ് പോകാറുള്ളത്. അപ്പോഴാണ് സൗമ്യ ചേച്ചി, ഞാനൊരു 3 മണി സമയമാകുമ്പോൾ ഞാൻ റീലും കണ്ട് സുഖമായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ സൗമ്യ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞിട്ട് പിള്ളേരുണ്ട് ഭരണിക്കുളത്തേക്ക് പോയിട്ട്, എനിക്കാണെങ്കിൽ പേടിയാവുന്നുണ്ട്, നീ വായോ പിള്ളേരെയും കൂട്ടിയിട്ട് എന്ന് പറഞ്ഞ്. പിന്നെ അത് കേട്ടപ്പോൾ അതുകൊണ്ട് ഇവന് തീരെ സമാധാനമില്ലായിരുന്നു. പോവമ്മ എന്ന് പറഞ്ഞിട്ട് റെയിൻകോട്ടും ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് റെഡിയായി നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഒട്ടും താമസിച്ചില്ല ഞങ്ങൾ വേഗം പോകുന്നു. അങ്ങനെ ഈ പാടത്തിൻ്റെ ഇവിടെ ഈ വീതി കൂട്ടിയതിന് ശേഷമൊന്നും ഞാനിങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്, ഒരുപാട് തൈകളൊക്കെ അതിൻ്റെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കാണാൻ നല്ല വ്യൂ ആണ്, ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ അധികം ഇങ്ങോട്ടേക്കാണ് വരാറുള്ളത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഭരണിക്കുളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ ഒരു വാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ, ആളുകൾ കുളിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും കുളത്തിൽ നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും കുളിയും കഴിയാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം നീന്താൻ വേണ്ടിയിട്ട്. അതായത് ഇവിടെ ചാടി കുളിക്കാൻ നല്ല രസമാണ്, നല്ല ആഴമുള്ള കുളമായതുകൊണ്ട് തന്നെ എല്ലാവരും അധികം ആൾക്കാർ എപ്പോഴും ഇവിടെ തിരക്കായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം പൊന്നൂനെ വേഗം ഇറക്കിയിട്ടുണ്ട്. കല്ലൂരാണെങ്കിൽ വെള്ളത്തേക്ക് ഇറങ്ങാൻ പേടിയായിരുന്നു കേട്ടോ, അവളിങ്ങനെ കരയിൽ നിൽക്കായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റെപ്പിലോട്ടൊക്കെ ഇറങ്ങി ഇങ്ങനെ കളിച്ചു. പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ കല്ലിൽ ഇരുന്നിട്ട് കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്തു, ഇവരെങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ ചൂണ്ടലൊക്കെ ഇടുന്നുണ്ട് കേട്ടോ, കുട്ടികൾക്ക് ചൂണ്ടലിട്ട് കൊടുക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഈ കുട്ടി ചാടാൻ വേണ്ടി റെഡിയായി നിൽക്കുകയായിരുന്നു മേലെ. അപ്പോൾ അവൻ ചാടുമെന്ന് വിചാരിച്ച് കുറേ നേരം ഞാൻ നോക്കി നിന്നു. പക്ഷേ അവൻ ചാടിയില്ല, അവൻ പോയതല്ല, അവൻ അപ്പുറത്തോട്ട് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനാണ് തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവൻ വന്ന് ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നിയമങ്ങളൊക്കെ വെള്ളത്തിലിറങ്ങി നന്നായിട്ട് കളിയിലായിരുന്നു. ആദ്യമൊക്കെ ആണെങ്കിൽ നല്ല നീന്തലായിരുന്നു കേട്ടോ. എനിക്ക് പൊന്നൂനാണെങ്കിൽ അപ്പുറത്തേക്ക് അവൻ അങ്ങോട്ട് പോകാൻ നല്ല പേടിയുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുട്ടികൾ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ ചാടാൻ, അയ്യടാ ഞാൻ വിചാരിച്ച അപ്പുറത്തുനിന്നാണ് ചാടുന്നത്, അവർ ഈ കാണുന്ന എന്താ പറയുക, ഇവിടെ ഇങ്ങനെ മറച്ചതാണ് കേട്ടോ, അതിൻ്റെ മേലെ കയറിയിട്ടാണ് അവർ ചാടുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. എനിക്കാണെങ്കിൽ ഇങ്ങനെ ചാടാനൊന്നും പറ്റില്ല കേട്ടോ, ഇത്ര പോയിട്ട് ആ മതിലിൻ്റെ അവിടെ നിന്ന് പോലെ എനിക്ക് ചാടാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ അവൻ നല്ലൊരു ചാട്ടം ചാടി, നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് തന്നെ. അങ്ങനെ അവർ ചാട്ടം ഇതൊക്കെ കുറേ നേരം കണ്ടു. പിന്നെ ഞങ്ങൾ വേഗം പോകുന്നുണ്ട്, കാരണം അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്തും കൊണ്ട് നിൽക്കായിരുന്നു അവർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ഇതുകൊണ്ട് ഈ കിടക്കുന്ന സാധനം കണ്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ സൗമ്യ ചേച്ചിയോട് ഞാൻ പറയുന്നത്, ഇത് നമ്മുടെ ജിമ്മിലോട്ട് കൊണ്ടുപോയാലോ സൗമ്യ ചേച്ചിയെന്ന്, കാരണം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ സൗമ്യ ചേച്ചി പറയുന്നത്, ഇതെടുത്ത് പൊന്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ടത് മാത്രം ചെയ്താൽ മതി, പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല എന്ന്. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്